ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. എല്ലാ എക്സാമിനും ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ടോപ്പിക് ഇതാണ്, GST ആണ്. GST എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ ഫോം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ് GSTയുടെ ഫുൾ ഫോം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തോടു കൂടി നിലവിൽ വന്ന സിസ്റ്റം കൂടിയാണ് GST. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നിലവിൽ വന്ന വർഷവും. അതും PSC പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത് ഇന്ത്യയിൽ. ഈ കഴിഞ്ഞ മാസം നടന്ന എക്സാമിന് പോലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണെന്നുള്ളത്. ഇന്ത്യയിലെ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണെന്നുള്ളത്. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഇന്ത്യയിലെ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ. 2026 പോലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ആരാണ് കേന്ദ്ര ധനകാര്യമന്ത്രി എന്നും കൂടി ഓർത്തിരിക്കുക, നിർമ്മല സീതാരാമൻ. ചിലപ്പോൾ അതുമായിട്ടായിരിക്കും ഓപ്ഷനിൽ വരിക. ഇന്ത്യയിലെ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കൊടുത്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആൻസർ ആയിട്ട് വരിക നിർമ്മല സീതാരാമൻ ആയിരിക്കും. അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഇന്ത്യയിലെ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനയിൽ GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത്. ആർട്ടിക്കിൾ 246A ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓർത്തിരിക്കാൻ കുറച്ചും കൂടി എളുപ്പം 246 എന്ന് ഓർത്തിരിക്കുക. 246A ഭരണഘടനയിൽ GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 246A. ആർട്ടിക്കിൾ 246A എന്ന് എളുപ്പത്തിൽ ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, GST നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. പ്രൊജക്റ്റ് സാക്ഷാം ആണ് അത് നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതി. GST നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതും ഓർത്തിരിക്കുക, പ്രൊജക്റ്റ് സാക്ഷാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പം നമുക്ക് PSCക്ക് ഇപ്പം നിങ്ങൾ സുപരിചിതമായിട്ട് കണ്ടിട്ടുണ്ടാവും, ഒരു പ്രസ്താവനകൾ തന്നിട്ട് അത് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിലായിരിക്കും ചില ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യനിലേക്ക് PSC മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിൽ പ്രസ്താവനകൾ തന്നിട്ട്, ചില പ്രസ്താവനകൾ തന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പാറ്റേൺ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിലേക്ക് GSTയുടെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. GSTയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, പരോക്ഷ നികുതികളെ ഒരു സമാന്തര വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് GST. സെക്കൻഡ് വൺ, ഉൽപാദന അധിഷ്ഠിത നികുതി സമ്പ്രദായത്തിന് പകരം ഉപഭോഗ അധിഷ്ഠിത നികുതി സമ്പ്രദായം GST നിലവിൽ വന്നു. മൂന്നാമത്തേത്, അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന് ലക്ഷ്യസ്ഥാന തത്വം ഇത് കൊണ്ടുവരുന്നു. ഇതിനായി ദരിദ്ര സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സമ്പന്നമായ സംസ്ഥാനങ്ങളുടെ ചെലവിൽ പ്രയോജനം ലഭിക്കും. ഇങ്ങനെ 3 പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആൻസർ എഴുതേണ്ട സെക്ഷനിലേക്ക് വരുമ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരി, അതാണ് ഓപ്ഷൻ A ആയിട്ട് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ് ശരി, ഓപ്ഷൻ B. ഓപ്ഷൻ C 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ D മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇവിടെ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് എന്ന ആൻസർ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആയ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് PSC എക്സാമിന് പ്രതീക്ഷിക്കാം. അടുത്തതും ഇതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറയുന്നത് ഏത് പ്രസ്താവനയിലൂടെയാണ് ഏറ്റവും നല്ലതായി വിശദീകരിക്കപ്പെടുന്നത്? GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറയുന്നത് ഏത് പ്രസ്താവനയിലൂടെയാണ് ഏറ്റവും നല്ലതായി വിശദീകരിക്കപ്പെടുന്നത്? അതിലെ ഓപ്ഷൻ A എന്ന് പറയുന്നത്, സാധനങ്ങളും സേവനങ്ങളും അന്തിമമായി ഉപയോഗിക്കുന്ന സംസ്ഥാനത്തിലാണ് നികുതി അടയ്ക്കേണ്ടത്.
ഓപ്ഷൻ ബി വരുന്നത് സാധനങ്ങൾ നിർമ്മിക്കുന്ന സംസ്ഥാനത്തിലാണ് നികുതി അടയ്ക്കേണ്ടത്. ഓപ്ഷൻ സി വരുന്നത് സാധനങ്ങൾ സംഭരിക്കുന്ന സംസ്ഥാനത്തിലാണ് നികുതി അടയ്ക്കേണ്ടത്. ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവയിൽ ഒന്നുമല്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സാധനങ്ങളും സേവനങ്ങളും അന്തിമമായി ഉപയോഗിക്കുന്ന സംസ്ഥാനത്തിലാണ് നികുതി അടയ്ക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ശ്രദ്ധിക്കുക, സാധനങ്ങളും സേവനങ്ങളും അന്തിമമായി ഉപയോഗിക്കുന്ന സംസ്ഥാനത്തിലാണ് നികുതി അടയ്ക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, അതാണ് അതിന്റെ ഫുൾ ഫോം. ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് ടാക്സ് ഡയറക്റ്റ് ടാക്സ് ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ധനകാര്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത്. ഡയറക്റ്റ് ടാക്സ് സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. ഡയറക്റ്റ് ടാക്സ് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, നേരിട്ട് നികുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ചെലവും വിലയും വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ ബി, നികുതി ഭാരം മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയില്ല. ഓപ്ഷൻ സി, ഇത് സമ്പന്നരും ദരിദ്രരും തമ്മിൽ വ്യത്യാസം കാണുന്നില്ല. ഓപ്ഷൻ ഡി, നേരിട്ട നികുതി ചുമത്തുന്നത് ഉൽപാദന വിഭവങ്ങളുടെ ഉപയോഗത്തിൽ അസമത്വം സൃഷ്ടിക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നികുതി ഭാരം മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. GSTക്ക് കീഴിൽ താഴെ പറയുന്നവയിൽ ഇറക്കുമതിക്ക് കീഴിൽ ഏത് നികുതി ഈടാക്കും? GSTക്ക് കീഴിൽ താഴെ പറയുന്നവയിൽ ഇറക്കുമതിക്ക് കീഴിൽ ഏത് നികുതി ഈടാക്കും? അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് IGST, അതായത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് ഇന്ത്യയിൽ GST വ്യവസ്ഥയിൽ ഇറക്കുമതിയിൽ ഈടാക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് GSTക്ക് കീഴിൽ ഇറക്കുമതിക്ക് കീഴിൽ വരുന്ന നികുതി. ഓക്കെ, IGST. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ വേറെയും നികുതികൾ ഉണ്ടാവുമല്ലോ അല്ലെ? എന്നാലല്ലേ നമുക്കിത് ആൻസറിൽ ഏതാണെന്നുള്ളതിന് ഓപ്ഷൻസിൽ വേറെ 4 നികുതികളുണ്ട്. അതായത് ഇന്ത്യയിൽ 4 തരത്തിലുള്ള GST ബാധകമായിട്ടുള്ള 4 തരത്തിലുള്ള GSTകൾ ഉണ്ട്. അപ്പൊ നമുക്കത് ആ 4 എണ്ണം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കാം. ഞാൻ നേരത്തെ താഴെ പറയുന്നവയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരെണ്ണം ആൻസർ മാത്രമേ വായിച്ചോളൂ. IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ഇന്ത്യയിൽ GST വ്യവസ്ഥയിൽ ഇറക്കുമതി ഈടാക്കുന്ന നികുതി എന്നുള്ളത്. അപ്പൊ ബാക്കി 3 ഓപ്ഷൻസ് വരുന്ന ഇതുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ നികുതികളും എവിടെയൊക്കെയാണെന്നുള്ളത്. 4 തരം നികുതി GSTകൾ വരുന്നുണ്ട്. ഒന്നാമത്തേത് CGST. CGST എന്ന് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ചരക്ക് സേവന നികുതിയാണ്. സെക്കൻഡ് വൺ SGST, സംസ്ഥാന ചരക്ക് സേവന നികുതിയാണ്. UDGST, കേന്ദ്ര ഭരണ പ്രദേശ ചരക്ക് സേവന നികുതിയാണ്. UDGST കേന്ദ്ര ഭരണ പ്രദേശ ചരക്ക് സേവന നികുതിയാണ്. IGST സംയോജിത ചരക്ക് സേവന നികുതിയാണ്. അപ്പൊ 4 തരത്തിലുള്ള GSTകൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി ആ ഫസ്റ്റ് വൺ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് ഏതായിരുന്നു? CGST ആണ്, കേന്ദ്ര ചരക്ക് സേവന നികുതി അല്ലെ? CGST. അപ്പൊ CGST അതിന്റെ ഫുൾ ഫോം എന്താന്ന് അറിഞ്ഞിരിക്കണമല്ലോ. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് CGST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് കേന്ദ്ര ചരക്ക് സേവന നികുതി. അപ്പൊ അവിടെ അത് എങ്ങനെയായിരിക്കും അതിന്റെ നികുതി ചുമത്തുന്നത്? സംസ്ഥാനത്തിനകത്തുള്ള ഇടപാടുകൾക്കാണ് കേന്ദ്ര സർക്കാർ ചുമത്തുന്നത്. അതായത് സംസ്ഥാനത്തിനകത്തുള്ള ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയാണ് CGST. അപ്പോൾ നേരത്തെ ചോദ്യം അപ്പൊ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. അതായത് സംസ്ഥാനത്തിനകത്തുള്ള ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി ഏതാണ് എന്ന് ചോദിച്ചാൽ CGST ആണ്
അതായത് അപ്പോൾ ഓപ്ഷനിൽ CGST വരും, പിന്നെ ഏതാ വരുന്നത് UDGST വരും, IGST ഒക്കെ വരും ഓപ്ഷനായിട്ട്. അപ്പം നമ്മളത് തിരഞ്ഞെടുത്ത് കൃത്യമായിട്ട് എഴുതണം. അപ്പം CGST എപ്പോഴാണ് വരുന്നത്? സംസ്ഥാനത്തിനകത്തുള്ള കേന്ദ്ര സർക്കാർ ചുമത്തുന്ന സംസ്ഥാനത്തിനകത്തുള്ള ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയാണ് CGST. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഏതാണ്? CGST കഴിഞ്ഞു കഴിഞ്ഞാൽ SGST ആണ് അല്ലെ. SGST എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് SGST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സംസ്ഥാന ചരക്ക് സേവന നികുതി. അപ്പൊ എന്തായിരിക്കും അത്? സംസ്ഥാനത്തിനകത്തുള്ള ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാർ ചുമത്തുന്നതാണ് SGST. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ എന്തായിരുന്നു? CGST സംസ്ഥാനത്തിനകത്തുള്ള ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് SGST എന്ന് പറയുന്നത് സംസ്ഥാനത്തിനകത്തുള്ള ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാർ തന്നെ ചുമത്തുന്ന നികുതിയാണ് SGST. അത് മാറിപ്പോവരുത്. അപ്പൊ രണ്ട് നികുതി മനസ്സിലായല്ലോ. ഇനി അടുത്തത് മൂന്നാമതായിട്ട് വരുന്നതാണ് IGST. IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതായത് സംയോജിത ചരക്ക് സേവന നികുതിയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് അന്തർ സംസ്ഥാന ഇടപാടുകൾക്കും ഇറക്കുമതികൾക്കും കേന്ദ്ര സർക്കാർ ചുമത്തുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതണം. അന്തർ സംസ്ഥാന ഇടപാടുകൾക്കും ഇറക്കുമതിക്കും കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയാണ് IGST. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് UTGST. യു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം യൂണിയൻ ടെറിട്ടറിയിലേക്കാണ് പോകുന്നത്. UT കാണുമ്പോൾ നമുക്കറിയാം യൂണിയൻ ടെറിട്ടറി ആണ്. UTGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കേന്ദ്രഭരണ പ്രദേശ ചരക്ക് സേവന നികുതി. അപ്പൊ അത് എങ്ങനെയുള്ള ഇതായിരിക്കും? കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഇടപാടുകൾക്ക് ചുമത്തുന്ന നികുതിയാണ് UTGST. അപ്പൊ അതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഇടപാടുകൾക്ക് ചുമത്തുന്ന നികുതി ഏതാണ്? UTGST ആണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഇടപാടുകൾക്ക് ചുമത്തുന്ന നികുതി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറെ 4 നികുതികളെ കുറിച്ച് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഒന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. CGST, SGST, IGST and last one is UTGST. ഓക്കെ, അപ്പം 4 എണ്ണം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതിന്റെ പ്രത്യേകതകളും. സംസ്ഥാനത്തിന് അകത്തുള്ള കച്ചവടത്തിന് CGSTയും SGSTയും ഒരുമിച്ച് ചുമത്തുന്നു. സംസ്ഥാനത്തിനകത്തുള്ള കച്ചവടത്തിന് CGSTയും SGSTയും ഒരുമിച്ച് ചുമത്തുന്നു. ആ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ഇപ്പൊ ഈ പ്രസ്താവനകളൊക്കെ തന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ വരികയാണെങ്കിൽ അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ആ പ്രസ്താവന ശരിയായിട്ട് വരുന്നതെന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ അതിനാണ് ഞാൻ ഈ പോയിന്റ് കൂടി നോട്ട് ചെയ്തത്. സംസ്ഥാനത്തിനകത്തുള്ള കച്ചവടത്തിന് എന്ത് ചെയ്യുന്നു? CGSTയും SGSTയും ഒരുമിച്ച് ചുമത്തുന്നു. അതേസമയം അന്തർ സംസ്ഥാന കച്ചവടത്തിന് എടുത്തു കഴിഞ്ഞാൽ IGST മാത്രമാണ് അവിടെ ചുമത്തുന്നത്. അന്തർ സംസ്ഥാന കച്ചവടത്തിന് IGST മാത്രമാണ് ചുമത്തുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രസ്താവനകൾ തന്നിട്ട് അതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള കച്ചവടത്തിന് CGSTയും SGSTയും ഒരുമിച്ച് ചുമത്തും. പക്ഷേ അന്തർ സംസ്ഥാന കച്ചവടത്തിന് IGST മാത്രമാണ് ചുമത്തുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ GST രജിസ്ട്രേഷൻ നമ്പറിൽ ആകെ എത്ര അക്കങ്ങൾ ഉണ്ടെന്നുള്ളൊരു ചോദ്യം വരാം. ആകെ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 അക്കങ്ങളാണ് ഉള്ളത്. GST രജിസ്ട്രേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ആണ് അക്കങ്ങളുടെ എണ്ണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി GST ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി GST ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ആസാമാണ്. എന്നാൽ ആദ്യമായിട്ട് GST നിലവിൽ വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസ് ആണ് കേട്ടോ. ഞാൻ അതുകൂടെ കൊടുത്തിട്ടില്ല, എന്നാലും ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. GST ബിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക.
ഇന്ത്യയിൽ ആദ്യമായി GST ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമാണ്. ഇനി GST ബിൽ പാസ്സാക്കാൻ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് നടത്തിയത്? ഭരണഘടനാ ഭേദഗതി GST ബില്ലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 101 ഭരണഘടനാ ഭേദഗതിയാണ്. GST ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101 ഭേദഗതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 101 ഓർത്തിരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ GSTയുമായി ബന്ധപ്പെട്ട നമ്പറുകൾ ഓർത്തിരിക്കാനായിട്ട് കുറച്ചൊക്കെ എളുപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 246 ആർട്ടിക്കിൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആർട്ടിക്കിൾ 246A അല്ലേ? അപ്പം അത് ആ ഒരു നമ്പറിൽ ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ ഇതിപ്പോൾ GST ബിൽ പാസ്സാക്കാൻ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് എന്നുള്ളത് 101 എന്നുള്ളതും വേഗം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പ്രസ്താവനകൾ ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കും, പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ 4 തരത്തിലുള്ള GSTകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതും ആ 4 എന്നുള്ള നമ്പർ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 എന്നുള്ളത് നമുക്ക് എത്ര തരത്തിലുള്ള GSTകൾ ഉണ്ട് എന്നുള്ളത് തന്നെ ചോദിക്കാറുണ്ട് 4 എന്ന ഓപ്ഷനിൽ വരുന്ന രീതിയിൽ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു ചെറിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.